നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ചക്ക വരട്ടി ഉണ്ടാക്കിയാലോ. ശർക്കര വരട്ടി അല്ല, ചക്ക വരട്ടിയത്. ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം നാളിത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, പിന്നെ അടയൊക്കെ ഉണ്ടാക്കുമ്പം ഇതും കൂടെ കൂടിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി എളുപ്പമാവും. അതുകൂടാണ്ട് കുഴക്കട്ടയ്ക്കൊക്കെ ഫില്ലിങ്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. പായസം ഉണ്ടാക്കുമ്പോഴും നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കുമ്പോഴും നമുക്കിതിങ്ങനെ ആഡ് ചെയ്യാം. അതായത് ചക്ക ഇല്ലാത്ത ഏത് സമയത്തും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്കിത് ഉപയോഗിക്കാം എന്നർത്ഥം. ചക്കക്കാലമൊക്കെ ഏകദേശം തീരാറായി. ഇപ്പം അടുത്ത സീസണിലേക്കുള്ള ചക്കകളൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അവസാനം കിട്ടിയ ചക്ക ഞാൻ ഓർത്തു ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ അധികമൊന്നും ഇരിക്കത്തൊന്നുമില്ല, കാരണം അതിനു മുമ്പേ ഞാൻ എടുത്ത് കഴിക്കും. എനിക്ക് ഈ ചക്ക വരട്ടി ഇങ്ങനെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ചക്ക അതിൻ്റെ ഉള്ള ചവണിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് നമുക്കിതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ചക്കയുടെ തുല്യ അളവിൽ തന്നെയാണ് ഞാൻ ശർക്കര ഇവിടെ എടുക്കുന്നത്. നമ്മളിത് ഉപയോഗിച്ച് വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം മധുരം ആഡ് ചെയ്താൽ മതി. അതായത് ശർക്കര കുറച്ചും കൂടെ ചേർത്താൽ മതി. ഇവിടെ ഞാൻ ശർക്കര എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. ശർക്കരയിലൊക്കെ ഭയങ്കരമായിട്ട് പൊടിയും കല്ലൊക്കെ കാണും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കുന്നത്. എന്താ കൊമ്പളകളൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിലുള്ള ശർക്കരയുടെ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഞാൻ അരിപ്പയിലൂടെയാണ് എടുത്ത് ഒഴിക്കുന്നത്. നമ്മൾ ചൂടോടുകൂടി തന്നെ ഒഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് അരിപ്പയിലൂടെ ഒഴിക്കരുത്. ഇതുപോലെയുള്ള സ്റ്റീൽ അരിപ്പയിലൂടെ ഒഴിക്കുകയാണെങ്കിൽ ആ അരിപ്പ ഉരുകി പോകത്തില്ല. ഇനി ആ പാനിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. ആ ശർക്കരയിലെ അഴുക്കുകളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ചക്കയുടെയും ശർക്കര പനിയുടെയും കൂടെ കൂട്ട് നമുക്ക് ഈ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ശർക്കരയും ചക്കയും കൂടെ കൂടി എല്ലാം നല്ലതുപോലെ മിക്സായി ഇതിങ്ങനെ വേറിട്ടല്ല ഇപ്പോൾ കിടക്കണേ. അതല്ലാതെ രണ്ടും കൂടെ കൂടി ഒരുമിച്ച് നല്ലതുപോലെ മിക്സ് ആവും ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം വേണമെങ്കിൽ നമുക്കൊന്ന് കൂട്ടി വയ്ക്കാം. ഇതൊന്ന് മിക്സായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുമളകൾ വന്ന് പൊട്ടിത്തെറിക്കണ സമയമുണ്ട്. അതുവരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കാം. ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ ചക്കയും ശർക്കരയും രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലെയിം ഹൈ ആണ്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇത് ഹൈ ആക്കി വെച്ചേക്കണേ. അതിൻ്റെ അടിയിലൊന്നും പിടിക്കത്തില്ല. പിന്നെ ഞാൻ കൈ വിടാണ്ട് ഇളക്കിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ചക്കയിലുവ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കൈ വിടാണ്ട് നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈയിട്ട് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ കൈൻ്റെ ഉള്ളിലേക്ക് വീഴും. ഈ സമയത്ത് ഞാൻ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. അതിനുശേഷം അതും കൂടി നന്നായിട്ടിട്ട് നമ്മളിങ്ങനെ വരട്ടി കൊടുത്തുകൊണ്ടിരിക്കണം. ചില ആൾക്കാർക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. എനിക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ചക്കയുടെ ഫ്ലേവർ ആട്ടോ എപ്പോഴും മുന്നിൽ നിൽക്കണേ. അതുകൊണ്ട് നെയ്യ് നമ്മൾ ചേർത്തു എന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. നെയ്യിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയത്തേ ഇല്ല. ഒത്തിരി നാൾ നമുക്കിങ്ങനെ ചീത്തയാവാതെ ഇതിങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും ഇരിക്കത്തൊന്നുമില്ല. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. അതിന് ശേഷം കുഴക്കട്ട ഉണ്ടാക്കി, ഫില്ലിംഗ് ആയിട്ട് അടയുണ്ടാക്കി. അതുകൊണ്ട് നമുക്കങ്ങനെ എത്ര മാസങ്ങളോളം കേടാവാതെ ഇരിക്കത്തൊന്നുമില്ല. പക്ഷേ പണ്ടൊക്കെ വീട്ടിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഭരണികളിൽ ഇട്ട് വയ്ക്കുമായിരുന്നു, കുറേ നാൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓണത്തിനും വിഷുവിനൊക്കെ ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ചക്കയട, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കുമായിരുന്നു. ഇതൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ സ്പൂണിൽ കോരി കഴിക്കാനായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ എൻ്റെ കളറൊക്കെ മാറി, കണ്ടോ, ഡാർക്ക് കളറായിട്ടുണ്ട്. പൊട്ടിത്തെറിക്കണതിൻ്റെ ആ ഫോഴ്സും കുറഞ്ഞിട്ടുണ്ട്. അതായത് ചെറുതായിട്ട് കൊമ്പളകൾ വരുന്നേ ഉള്ളേ. അതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം, ചക്കയായിരുന്നല്ലോ, ചക്കയുടെ ഉള്ളിലും ശർക്കരയുടെ ഉള്ളിലെയും വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങിയെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനിയും ഇത് കുറേയും കൂടി ആവാനുണ്ട്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ പരുവമായി വെള്ളമെല്ലാം വറ്റി നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് വിട്ട് പോരുന്ന പരുവമായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ വീണ്ടും 2 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് കറുപ്പിച്ച് അലുവ പോലെ ഏകദേശം പാകത്തിനാക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ കേടാവാതെ നിൽക്കും. ഞാനിപ്പോൾ അത്രയും ഉള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആക്കുന്നില്ല. എനിക്ക് ഏകദേശം ഇങ്ങനെ ഈ സ്പൂൺ കൊണ്ട് തൊടാവുന്ന രീതിയിലുള്ളതാണ് ഇഷ്ടം. മറ്റേത് കുറേ കൂടെ ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ സമയം കഴിയുമ്പോഴത്തേക്കും ഞാനിത് ഭയങ്കര ഡാർക്ക് ആക്കുന്നില്ല. എനിക്ക് ഈ ഫ്ലേവറാണ് എൻ്റെ ഇഷ്ടം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ ഏലക്കൊന്നും ചേർക്കുന്നില്ല. അടയോ പായസമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വേണേൽ ചേർത്ത് വയ്ക്കാം. ഞാൻ അതേ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ അധികം നാൾ ഇത് 2 മാസം വരെ ഈ പരുവത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനിയും ടൈറ്റാക്കി സൂക്ഷിക്കണം എന്നുള്ളവർ വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വരട്ടി എടുത്താൽ മതി. ഏകദേശം അലുവയൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ, ആ പാകം.
ഏകദേശം ഈ പരുവമാകുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ആവും. എനിക്ക് ഈ പരുവത്തിൽ കഴിക്കാനാണ് ഇഷ്ടം. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. നോക്കിയാൽ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഡാർക്ക് കളറായിട്ടില്ലേ. ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഇത് ഈ കൺസിസ്റ്റൻസിയിലാണെങ്കിൽ ഒരു 2 മാസം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം. അല്ലാതെ നന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മാസങ്ങളോളം, ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.